ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതാണ് ഇന്നത്തെ വ്ളോഗ്. കാരണം എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം ചെയ്തത് നിങ്ങളും കൂടെ അറിയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി. ഞാൻ വെറുതെ അതുലിൻ്റെ വീട്ടിൽ ഇങ്ങനെ വരെ ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരനൊരു മെസ്സേജ് ഇട്ട്, അരവിന്ദ്. അവൻ്റെ പ്രൊഫൈൽ ഞാൻ അവിടെ കാണിച്ചു തരാം. അവനാണെങ്കിൽ ബേസിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈൻസും ആക്ടിങ്ങും അതൊക്കെയാണ്. അപ്പം അവനിക്ക് ഒരു കൊളാബറേഷനായിട്ട് നമ്മളൊരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒന്ന് അഭിനയിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴേ ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്ത്, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു കാണും. അപ്പോൾ എൻ്റെ മുടിയുണ്ട് ആകെപ്പാടൊന്ന് മെസ്സിയായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി വെട്ടി വൃത്തിയായിട്ട് ഇനി നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അഭിനയിച്ചൊക്കെ, ഇതുവരെ ഞാൻ അങ്ങനെ ഒന്ന് അഭിനയിച്ചു നോക്കിയിട്ടില്ല. പോയി നോക്കാം. ഞാൻ താണ്ടെ ഇപ്പം ഓയില് മുടി വെട്ടാൻ വേണ്ടി വന്ന് നിൽക്കുവാണ്. ഞാൻ താണ്ടെ മുടി വെട്ടുന്നത് കൊണ്ട് ഗ്രേറ്റ് കട്ട് സീനാണ്. മുടി കുറേ നാളായിട്ട് വല്ലാണ്ട് കിടക്കും. മുടി ഇതാണ് താണ്ട് അവസാനം മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്ക് ഇത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ ചെന്ന് വീട്ടിൽ ചെന്നൊന്ന് കുളിക്കുക, നേരെ ചെന്ന് ഓടാനോട്ടം അവൻ്റെ വീട്ടിലോട്ട് പോവുക, ഇനി വീഡിയോ എടുക്കുക. അപ്പോൾ ഇനി അതായിരിക്കും ഇനി അങ്ങോട്ടുള്ള വ്ളോഗ് മൊത്തം. അപ്പോൾ അവസാനം വരെ കാണും. ഓക്കെ, അങ്ങനെ ഞാൻ താണ്ട ഇപ്പോൾ റെഡിയൊക്കെ ആയിട്ട് നിന്ന് ഇനിയിപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഓക്കെ, ഐ ആം സോ എക്സൈറ്റഡ്. എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ ഇന്ന് വരെ ലൈഫിൽ അഭിനയിക്കുന്ന സംഭവമല്ല. ഇങ്ങനെ വീഡിയോസ്, റീൽസ്, അങ്ങനെ ഫുഡ് വ്ളോഗാണ് എൻ്റെ ഫസ്റ്റ് റീൽസായിട്ട് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ അറിയത്തില്ല. പക്ഷേ നമ്മളെപ്പോഴും പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുക, നമുക്ക് അറിയാത്ത കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. നോക്കട്ടെ, അത് ചെയ്യാൻ നമുക്ക് അതിനുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോക്കട്ടെ, ഒരു അനലൈസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ചെയ്യാം. ഞാനിപ്പോൾ താണ്ട് അവൻ്റെ വീട് എത്താറായി. ഇവിടെ എവിടെയോ ആണ്, ഞാൻ പണ്ട് പോയതാണ്. ഇപ്പം ഒന്ന് പോയി നോക്കട്ടെ. 1 മിനിറ്റ് ഗൈസ്, ഒന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് ഇതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളിനി വണ്ടിയും കൊണ്ട് തേരി കയറ്റിയിട്ട് ലാസ്റ്റ് ഇറക്കാൻ വയ്യാണ്ടായ പണിയിട്ട്. ഓക്കെ, ഇതല്ല സ്ഥലം. നമ്മൾ വഴി തെറ്റിപ്പോയി. അപ്പുറത്തം കണ്ടാണ് സ്ഥലം. ഓക്കെ, ഇപ്പോൾ ഇനി എൻ്റെ വീട് തപ്പ. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ എന്താണ്ട് വീട് കണ്ടെത്തി. വ്ളോഗ് ഉണ്ടോ എന്ന്? അതെ, നീ പേടിക്കണം, നീ തുറന്നോ. അങ്ങനെ ഗൈസ് ആണ്ടേ ഞാൻ അങ്ങോട്ട് വണ്ടി കൊണ്ടുവച്ചിട്ട് വരാം. അളിയാ വാ. ഗൈസ് ആണ്ടേ ഇവനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. നമ്മൾ കുറച്ച് വീഡിയോ എടുത്തിട്ട് വരാം. റീൽസൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മൾ താണ്ട് പുറത്തുള്ള ലൊക്കേഷനിൽ പോയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി എല്ലാം കാണിച്ചു തരാം. ഓക്കെ, താണ്ട് വട കയറിയോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ. ഇപ്പം എനിക്ക് എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. എന്താണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇവൻ ഇതെല്ലാം പറഞ്ഞു തരും. അപ്പോൾ താണ്ട് മതി. പക്ഷെ കിടിലൻ ലൊക്കേഷൻ കൈ, സത്യം പറഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. ഓ, ഇവിടെ കുറച്ച് ടാസ്ക്കാണ് ഗൈസ്. ഓക്കെ, നടന്നോ. ഏത് സ്ഥലമാടാ ഇത്? ഇപ്പം ഈ സ്ഥലത്ത് നല്ല വെള്ളം കയറി, അതുകൊണ്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് പോയി ഇനി അടുത്ത ഒരു സ്പോട്ട് തപ്പട്ടെ. നൈസ് അല്ലായിരുന്നു അളിയാ? നൈസായിരുന്നു. ഓക്കെ, നല്ല രസമുണ്ട് ഗൈസ്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കുറച്ച് ഷോട്ട് എടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു വയലില്. മുതുക്ക വെയില്. കരിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, കരിഞ്ഞു പോയി. എത്ര ടേക്ക് എടുത്ത്. പക്ഷേ നൈസ് ഗൈസ്, സത്യം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ആവിയായി പോയി. ആ വയലിലും പിന്നെ ഈ റോട്ടിലും എല്ലാം കൂടെ ആയിട്ട് ചൂട്. കണ്ണിനകത്തൊക്കെ എൻ്റെ വീർപ്പിറങ്ങിയിട്ട് നീറുന്നളിയൻ്റെ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു ഇതെടുക്കട്ടെ, കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. വയ്യ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് കുറച്ച് തണലത്ത്. പക്ഷേ നൈസൊരു കട കേട്ടോ. നല്ലൊരു പണ്ടത്തെ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കട, കൊള്ളാം. അപ്പോൾ ഓക്കെ, ഇനി എടുത്തിട്ട് വരാം. അങ്ങനെ ഗൈസ് ആണ്ടെ നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് ഏകദേശം അങ്ങ് തീരാറായി. പക്ഷെ നമ്മൾ വെള്ളം എടുക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഒരു ഓടനാട്ടം ജംഗ്ഷനിൽ വന്ന് നമ്മൾ ഒരു പെപ്സി മേടിക്കാനായിട്ടാണ് അരവിന്ദ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുടിച്ച്
ഒന്ന് എനർജി ആയിട്ട് ഇനി വരാൻ കാണും. ഭയങ്കര മുട്ടം വെയിലായിരുന്നു, ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. ആകപ്പാട് കുഴഞ്ഞു പോയി. അങ്ങനെയാണ്ട് അവന്തോ ആനമായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കുടിച്ചിട്ട് വരാം. പെപ്സി സംഭവം ഒന്ന് ഇച്ചിരി ഒന്ന് വെള്ളം നഖത്തോട് വന്നപ്പോൾ നനഞ്ഞപ്പോൾ ഒന്നൊരാശ്വാസം. സ്വർഗം കിട്ടിയ അവസ്ഥ. ഓക്കെ, ഇനി നമ്മൾ പോയി ഇനി ബാക്കി ഷൂട്ട് ചെയ്യട്ടെ. അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ എടുത്തു വെച്ച് ഈ ഫൂട്ടേജ് എല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവൻ്റെ വീട്ടിൽ വന്നിരിപ്പുണ്ട്. ഇനിയിപ്പം എഡിറ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് ഔട്ട് വന്നതെന്നാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഇതിൻ്റെ ഔട്ട് വന്നെന്ന്. ഇനിയിപ്പം ഈ ഫൂട്ടേജ് എല്ലാം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്തിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാനാണ് പ്ലാൻ. താണ്ട് അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ അവസാനം വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തോ ഇന്നിപ്പോൾ ഇറങ്ങുമല്ലേ? അപ്പോൾ ശരി ഗൈസ്. ഞാൻ എൻ്റെ പോകുന്ന വഴിയായിരുന്നു എൻ്റെ +2 സ്കൂള്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് എൻ്റെ സ്കൂളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ പഠിച്ച +2 പഠിച്ച സ്കൂള് കാണിച്ചു തരാം. ഇതാണ് ഞാൻ +2 പഠിച്ച സ്കൂള്, KRGPM. അതുകൊണ്ട് ഏകദേശം അവിടെ ആയിട്ട് വരും എൻ്റെ ക്ലാസ്. പക്ഷേ കൊറോണ ആയതുകൊണ്ട് ഒരു 6 മാസമേ നമുക്ക് ശരിക്കും ഒരു സ്കൂൾ ലൈഫ് കിട്ടിയുള്ളൂ. ഒരുപാടൊന്നും സ്കൂൾ ലൈഫ് കിട്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പം എപ്പോഴും ഒരു 6 മാസമാണെങ്കിൽ പോലും ഒരു നല്ല ടൈമാണ്. ഈ വഴിയാണ് അവൻ്റെ കൂട്ടാൻ്റെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് ഇവിടെ ഇങ്ങനെ നിന്നാണ്. പക്ഷേ അതും കൂടെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇനി വീഡിയോ മിക്കവാറും ഇവിടെ എൻഡ് ചെയ്യും. ഔട്ട്രോ വീഡിയോ ചെന്നിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ നിന്നാൽ ഭയങ്കര സന്തോഷം ഗൈസ്. എന്തോ ഒരേ സമയം വിഷമവും അതേ സമയം സന്തോഷവും. ഒരുപാട് ലൈഫ് ഒരുപാട് പഠിപ്പിച്ച കുറച്ച് സ്ഥലങ്ങളൊന്നാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അതാണ് ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടിങ് എന്നല്ല പറയണ്ട, എന്ന് വെച്ചാൽ ജസ്റ്റ് ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത ഒരു പരീക്ഷണം ചെയ്യുന്നൊരു വീഡിയോ. ഇത് വലിയ സംഭവമാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു വലിയ സംഭവമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു മടിയും കൂടാതെ അതെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അതിൻ്റെ ഒരു പടിയാണ് ഇതും. ഇനി ഞാൻ മാക്സിമം കുറച്ച് ആക്ടിങ് അല്ല, മറ്റേ കുറച്ച് ഇങ്ങനെ വൈൻസ് അങ്ങനത്തെ പരിപാടിയിലും കൂടെ ഒന്ന് നോക്കാൻ പോവാണ്. എങ്ങനെ വരുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ശരിക്കും നമ്മളെ കൊണ്ട് എന്താണ് നമ്മളെ പൊട്ടൻഷ്യൽ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകളല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് പറ്റത്തില്ലെങ്കിൽ വിട്ടുകളെ, പക്ഷേ ട്രൈ ചെയ്യാതിരിക്കില്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുക. ഇവനാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ എസ്തെറ്റിക് രാജ. ഏത് കാട്ടിലും മലയിലും വയലിലും എന്തിന് നടുറോഡിൽ വരെ ഇവൻ എന്ത് കോപ്രായം കാണിച്ചാണെങ്കിലും എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും. ഫോർ എക്സാമ്പിൾ, അളിയാ ഇന്ന് മഴയാണ്, നാളെ വെയിൽ, വൃത്തിയായിട്ട് ക്ലൈമറ്റ്. സത്യം കേരളം വിടണം അളിയാ. റോഡിന് നടുക്ക് എന്തുവാ ഇതാണ് എസ്തെറ്റിക്. വാ 2 പിടിക്കാം. ഇവിടെ റൂട്ടിൽ ഫോട്ടോ. എന്റെ പൊന്നു എസ്തെറ്റിക് കാണാം. ഇറങ്ങി വാടാ, നാട്ടുകാര് നോക്കുന്നേ. അളേ ഇതൂടെ മതിയളിയാ. അളേ സീന ഇത്. അളേ ഇതൂടെ പുലിമുരിയന് അളിയ. ഇന്നത്തെ കല്യാണത്തിന്റെ ഫുഡ് എന്റെ മോനെ. അളിയാ എസ്തെറ്റിക് സീന്. ഏതാ ഈ വയലാ? ഒരു ഫോട്ടോ എടുത്താ 1K ലൈക്കാ. എടാ അതിനെക്കാട്ടി നല്ലതാ കുളത്തിൽ പോയി കയറി കിടടാ. 2K. അളിയാ ഒരു തേങ്ങയും വേണ്ട. കഴിഞ്ഞോട്ട് നിന്റെ ഫോട്ടോയും വീഡിയോ എടുത്ത് എന്റെ ഫോൺ ഏതോ നിന്റെ ഫോൺ ഏതോന്ന് അറിയാൻ വയ്യ. ഇനി ഒന്നും വേണ്ട, വീട്ടിൽ പോ എന്റെ പൊന്നു വള്ളി. എണീച്ച് വരുവോടെ. എന്തോ ചന്ദനം വഴി അതിനെന്തരാ എസ്തെറ്റിക്.